ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ഒരു ഷവർമ്മൻ്റെ റെസിപ്പിയാണ്. ഇത് സാധാ ഷവർമ്മല്ല, പോക്കറ്റ് ഷവർമ്മൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ചേരുവകളൊക്കെ നമ്മുടെ സാധാ ഷവർമ്മൻ്റെ നോർമൽ ഷവർമ്മയുടെ ചേരുവകൾ തന്നെയാണ്. നോർമൽ ഷവർമ്മൻ്റെ റെസിപ്പി ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലോങ് വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ ഉണ്ട്. ആവശ്യമുള്ളവർ പോയി കാണുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടും വേഗം എളുപ്പത്തിൽ ഇതിൽ 4 വലിയടിച്ചാൽ പെട്ടെന്നാകും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് അധികം പച്ചക്കറി ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേബേജ് ഇല്ലേ, കേബേജ് എടുത്തിട്ട് ഇതിൽ നിന്ന് ഇട്ട് വലിച്ച ചെയ്ത് ഞാൻ അരിഞ്ഞെടുത്തിട്ടില്ല. അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അരിഞ്ഞെടുക്കാം. തക്കാളി, മല്ലിച്ചപ്പ്, വലിയ ഉള്ളി, കേബേജ് എന്നീ പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് എടുക്കാം, കുക്കുമ്പറൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും പച്ചക്കറി വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏത് ഓയിലാണുള്ളെങ്കിൽ ഏത് ഓയിലും ഒഴിച്ച് കൊടുക്കാം. അതൊഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത പോലെ ചെയ്താൽ മതി. മറ്റേ ഷവർമ്മൻ്റെ പോലെ തന്നെ നമ്മൾ അധികം മുരർപ്പിച്ചെടുത്താൽ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കൻ. ഈ ഷവർമ്മൻ്റെ ടേസ്റ്റ് നമ്മുടെ ചെറിയ വ്യത്യാസമുണ്ട്. കൂട്ടൊക്കെ അതേപോലെ തന്നെയാണെങ്കിലും ടേസ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അതിലേക്ക് മയോണീസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എഗ്ഗില്ലാത്ത മയോണീസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട്. പിന്നെ അതിലേക്കാണ് ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആ വെള്ള ഭാഗമില്ലേ അത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഈ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പരത്തിയിട്ട് നമ്മളൊരളവിന് വട്ടത്തിൽ മുറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഷവർമ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കൽ. അതിന് വേണ്ടിയിട്ട് ആ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം, അതിൻ്റെ വെള്ള ഭാഗം നമ്മൾ നല്ലോണം പരത്തി കുറച്ച് വലുപ്പത്തിലാക്കി വെക്കുക. എന്നാലേ കട്ട് ചെയ്യാൻ കുറച്ചും കൂടി വീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും ഒരടപ്പോ കാര്യങ്ങളോ വെച്ച് ഈ ഒരടപ്പിൻ്റെ മുഖത്ത് നീരടപ്പ് വെച്ചിട്ട് ഒരു വട്ടത്തിൽ മുറിച്ചെടുക്കുക. ശേഷം കട്ട് ചെയ്ത പീസില്ല അത് നമ്മൾ മിക്സിയിലെടുത്ത് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ പൊടിച്ച് വെക്കുക. നമ്മുടെ ബ്രെഡ് ക്രംസ് ആയിട്ട് അതിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സാധനം വേസ്റ്റായി കളയൂല, എല്ലാം നമുക്ക് ഉപയോഗത്തിന് ആവശ്യമുണ്ട്. പിന്നെ അത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ച് നല്ലോണം മിക്സ് ഇളക്കിയിട്ട് വെക്കുക. ഇത് നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കൽ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി 4 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ഇനി നമ്മുടെ ചിക്കന് പീസായി കഷ്ണങ്ങളാക്കി എടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ബ്രെഡ് പൊരിച്ചെടുക്കുക. നമ്മുടെ മിക്സിയിലേക്ക് എല്ലാ പച്ചക്കറിയുള്ള മിക്സിയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച മയോണീസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് എഗ്ഗില്ലാത്ത മയോണീസ് ആണെങ്കിലും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് മയോണീസ് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. അതിലേക്ക് മയോണീസ് ഇടുക, എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് സെപ്പറേറ്റ് കഴിക്കുന്നവരുണ്ട്, പക്ഷേ എങ്ങനെ കഴിക്കണമെന്നാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ആവശ്യത്തിന് കുരുമുളകും ഇട്ടതിൻ്റെ ശേഷം ഞാൻ അതിലേക്കൊരു നാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ മുഴുവനായിട്ട് വേണമെന്നൊന്നുമില്ല, അവനവൻ്റെ ഇഷ്ടം. ചെറിയ പുളി ആവശ്യമുള്ളവർക്ക് ഒരു നാരങ്ങ മുഴുവനായിട്ടും സ്ക്വീസ് ചെയ്തെടുക്കാം. ഞാനൊരു മുഴുവൻ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചാലും മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പും കുരുമുളകും എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഷവർമ്മൻ്റെ പോക്കറ്റ് ഷവർമ്മൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ ഫില്ലിങ്സ് ആണിത്. ഇത്രയും വളരെ സിമ്പിളാണ്, വലിയ എഫേർട്ടുള്ള കാര്യമൊന്നുമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര എഫേർട്ടുള്ള ഇതാണെന്ന്, പക്ഷെ അത്ര എഫേർട്ടൊന്നുമില്ല. നമ്മൾ ബ്രെഡ് കഷ്ണാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് വെക്കാനുള്ളതുള്ളൂ.